ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ആദ്യ വെള്ളി ഇത്ര മനോഹരമായിട്ട് നാം ആഘോഷിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അപ്പനും അമ്മയും കാരണവന്മാരും എല്ലാം ആദ്യ വെള്ളി ഭയങ്കര പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ കൊടുത്ത 12ാമത്തെ അവസാനത്തെ വാഗ്ദാനമാണ്. അതിപ്രകാരമാണ് വായിക്കുന്നത്: 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം ഞാൻ നൽകും. എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കുകയില്ല. അവരുടെ മരണത്തിന്റെ അവസാന മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എത്രയോ വലിയ വാഗ്ദാനമാണിത്. ഈശോയുടെ തിരുഹൃദയ ഭക്തി ആദ്യ വെള്ളികളിൽ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ, അതായത് ആദ്യ വ്യാഴാഴ്ച വിശുദ്ധ കുമ്പസാരം നടത്തി ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിൽ കൂടി, പറ്റുമെങ്കിൽ ആദ്യ വെള്ളിയാഴ്ചത്തെ ആരാധനയിലും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ, പങ്കെടുക്കുകയാണെങ്കിൽ, ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹം നിത്യത വരെയുള്ളതാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആരും ഇതിൽ നിന്ന് മാറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളുടെ കുടുംബത്തിൽ കാണിച്ചു തന്നിട്ടുള്ള മാതൃക പിന്തുടരാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യ വെള്ളി 9 ആഴ്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത്രമാത്രം അനുഗ്രഹം നൽകുമെങ്കിൽ, എല്ലാ ആദ്യ വെള്ളിയും ഈശോയുടെ തിരുഹൃദയ ഭക്തി ആചരിക്കുന്നവരുടെ മേൽ ഈശോ എത്ര അധികമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത തലമുറയിലേക്കും നിങ്ങളുടെ ഇടവകയിലുമെല്ലാം ഇങ്ങനെ ഒരു ആദ്യ വെള്ളി ഭക്തി ആചരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പള്ളികളിൽ ആദ്യ വെള്ളി ആരാധന നടത്താനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. അതിലൂടെ ഈശോയുടെ തിരുഹൃദയം നിങ്ങൾക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ തരും. ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സെക്കൻഡിലെ വർക്ക് പോലും, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന റെക്കോർഡിങ് പോലും ഈശോ വേസ്റ്റാക്കി കളയുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഈ 12 വാഗ്ദാനങ്ങൾ നിങ്ങൾ മറക്കാതെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളുടെ തലമുറകളിലേക്കും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 12 വാഗ്ദാനങ്ങൾ നിങ്ങൾ പങ്കെടുത്ത് ഇതിനോടുകൂടി സഹകരിച്ചതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ. എല്ലാ മഹത്വവും ഈശോയ്ക്ക് വേണ്ടി മാത്രം. ആമേൻ.